നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അറിയാലോ, ഒരിക്കൽ സൂര്യയുടെ പെണ്ണായി വേഷം കെട്ടിയൊന്നും അത്ര പെട്ടെന്ന് അവള് മറക്കില്ല. മാനസ് അങ്ങനെ ഒരു പെണ്ണല്ലേട്ടാ. ഭാവനയുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് ഭാവനയോട് അവളുടെ അച്ഛനും അമ്മയും ചെയ്തതിന്റെ പ്രായച്ചിത്തമായിട്ടാ ഇങ്ങനെയൊരു കാര്യം ചെയ്തെന്നുള്ള രീതിയിലാ. ഇതൊക്കെ വാക്കുകളിൽ മാത്രമല്ലേ ഉള്ളൂ ഗായത്രി. അതേത് നിമിഷം മാറ്റി പറയാലോ. അങ്ങനെയൊന്നും സംഭവിക്കരുതെന്നേ ഞങ്ങൾക്കും ആഗ്രഹമുള്ളൂ. പക്ഷെ ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും പേടിയാവുന്നു ഗായത്രി. ഭാമയ്ക്ക് ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോ നമ്മുടെ കയ്യിലൊന്നും നിൽക്കാത്ത കേസായി പോയി. മാനസയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഭാവനയ്ക്കെതിരെ ഒരു നീക്കം ഉണ്ടാവത്തില്ല മാമ. അവൾ അങ്ങനെ ഒരു പെണ്ണല്ല. അതൊന്നും ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ മായേ. എന്തായാലും സ്വന്തം അച്ഛനമ്മമാരെ പോലെ ആവില്ലല്ലോ മറ്റുള്ളവര്. അങ്ങനെ എന്തെങ്കിലും ചതി ഭാവനയ്ക്ക് പറ്റിയാല് ഞാൻ തന്നെ ഇതിന് കാരണക്കാരായവരെല്ലാം കൊല്ലും. അതിന് അമ്പാലിയായാലും ജയനിർമ്മലയായാലും. നിനക്ക് ഈ തല്ലാനും കൊല്ലാനും മാത്രമേ അറിയത്തുള്ളൂ സേതു. പറയുന്ന കേട്ടതൊന്നും ഇവൻ ആരെയൊക്കെയോ കൊന്നിട്ടുണ്ടെന്ന്. അതെ, ഇവിടെ ഇപ്പൊ വേണ്ടത് ഗുണ്ടായിസമല്ല, സമാധാനമാ. ഭാവനെ സൂര്യൻ വേണം നമ്മൾ നോക്കാൻ. അവളുടെ മനസ്സ് കൈവിട്ട് പോകാൻ പാടില്ല. നമ്മൾ അവളുടെ ഒപ്പം ഉണ്ടാവണം. ഇതിപ്പോ അജയൻ പോലീസിൽ പരാതി കൊടുക്കുമെന്ന എന്റെ പേടി. ഉറപ്പായിട്ടും കൊടുക്കും. അല്ലെങ്കിൽ അമ്പാലിയെ അനിരുദ്ധനോട് കൊടുപ്പിക്കും. ഒന്നാമതേ മാനസ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ജയൻ ദേവനും എല്ലാം സമാധാനം പറഞ്ഞേ പറ്റൂ. ഈശ്വര,